നിങ്ങളെ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എത്ര പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ലേ? തടസ്സങ്ങൾ മാത്രമാണോ? എങ്കിൽ ഗണപതിക്ക് ഈ ഒരു വഴിപാട് മാത്രം ചെയ്തു നോക്കൂ, ഉടൻ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഹായ്, ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മയോട് ഒരു കുട്ടി ചോദിക്കുകയാണ്, ഒരു കുട്ടിയല്ലാട്ടോ, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പഠിച്ചമ്മേ, ഒരു ജോലി കിട്ടുന്നില്ല, എന്താ ചെയ്യുക, അമ്മ ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന്. അപ്പോൾ സർക്കാർ ജോലിക്ക് ട്രൈ ചെയ്യണ കുട്ടികൾക്കാണെങ്കിലും വേണ്ടില്ല, പ്രൈവറ്റ് ജോലിക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വേണ്ടില്ല, ഒരുപാട് മക്കൾക്ക്, ജോലി ഇല്ലാത്ത മക്കൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ അമ്മ എന്ന് പറയാൻ പോണത്. അപ്പൊ നമ്മളുടെ തടസ്സങ്ങൾ മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ആരാ? വിഘ്നേശ്വരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടുണ്ട് കേട്ടോ. അതെന്താ വഴിപാടിന്റെ പേരെന്നല്ലേ? കറുകമൂടൽ. അപ്പൊ ഈ കറുകമൂടൽ എന്നുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഏത് ജോലിക്ക് പഠിക്കുന്ന കുട്ടിക്കും ഒരു തടസ്സമില്ലാതെ ജോലി എത്രയും പെട്ടെന്ന് കിട്ടാൻ സാധിക്കും കേട്ടോ. ആ വഴിപാട് എങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യാം എന്നൊക്കെ അമ്മ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഗണപതി ഭഗവാൻ ഈ കറുക എത്ര ഇഷ്ടപ്പെട്ടത്, ഇത്രയും പ്രിയപ്പെട്ടതായത്? അപ്പൊ കറുക കൊണ്ട് എന്ത് ചെയ്താലും, ഒരു കറുകമാല കെട്ടിച്ചാർത്തിയാൽ പോലും ഭഗവാൻ എന്താ പ്രത്യക്ഷനാണ്, അനുഗ്രഹം കോരിച്ചൊരിയും. എന്താവശ്യം പറഞ്ഞാലും നമ്മൾ വിഘ്നേശ്വരന്റെ അടുത്ത് ചെല്ലണത് എന്തുകൊണ്ടാ? അപ്പൊ അദ്ദേഹം പ്രത്യക്ഷനാണ്. നമുക്ക് ഭയങ്കര പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്താൻ, നമ്മളെ ഭക്തജനങ്ങളെ പ്രീതിപ്പെടുത്തും അദ്ദേഹം. അപ്പൊ എന്ത് ചെയ്താലും അദ്ദേഹം ഉപേക്ഷിക്കില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അപേക്ഷിച്ചാൽ മതി, അദ്ദേഹം ഉപേക്ഷിക്കില്ല. അറിയാതെ പലരും ഉണ്ടല്ലേ എന്ത് വഴിപാട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കറുക എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ ഇങ്ങനെയും കറുക ഇഷ്ടായി എന്നുള്ളതല്ലേ നിങ്ങൾക്ക് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടാവുക. അപ്പൊ അതെന്താ വെച്ചാല്, പണ്ടേ അനലാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു ഭീകരനായ അസുരൻ ഉണ്ടായിരുന്നു മക്കളെ. അപ്പൊ അദ്ദേഹം കാരണം ദേവന്മാരുടെയും ഒക്കെ അവരുടെയൊക്കെ സ്വസ്ഥത നശിച്ചു. ഋഷിവരന്മാരൊക്കെ അന്നുണ്ട് കേട്ടോ, യാഗങ്ങളൊക്കെ നടത്തണ ഈ കാട്ടുകൂടെയൊക്കെ കണ്ടിട്ടില്ലേ, പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ യാഗങ്ങളൊക്കെ മുടക്കുകയാണ് ഈ അസുരൻ. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര രൂപം പോലെ, കണ്ണൊന്നും വായൊന്നൊക്കെ അദ്ദേഹത്തിന്റെ വമിക്ക തീയാണ്, തീപന്താണ്. അദ്ദേഹം ശ്വാസം വിടുമ്പോ തീയാണ് ഒന്ന് പുറത്തേക്ക് വരിക. അങ്ങനെ ആർക്കും ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെയായി. എല്ലാ യാഗങ്ങളും മുടങ്ങിൽ തടങ്ങി ആകെ എന്താ പറയാ, അവിടെ മുഴുവനും താളം തെറ്റി. അവിടെയുള്ള ദേവന്മാരുടെയും അസുരന്മാരുടെയും ഋഷിവര്യന്മാരുടെ ഒക്കെ ജീവിതം പറ്റേ താളം തെറ്റി ഈ അസുരത് കാരണം. ഇദ്ദേഹം തീയും തുപ്പിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എല്ലാം മുടക്കുകയാണ് യാഗങ്ങളൊക്കെ. അങ്ങനെ ആവുമ്പോ എല്ലാവരും പൊറുതിമുട്ടി സങ്കടം ചെന്ന് പറഞ്ഞത് ആരോടാന്നറിയാം? നമ്മളെ ഗണപതി ഭഗവാനോട്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അസുരനായിട്ട് നന്നായിട്ട് എന്താ പറയാ യുദ്ധമൊക്കെ ചെയ്തു. എന്ത് ചെയ്താലും ഇദ്ദേഹം തീയല്ലേ തുപ്പണത്. അപ്പൊ എന്തിനായാലും ഗണപതിക്ക് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റണില്ല. അവസാനം നമ്മളെ ഗണപതി ഭഗവാൻ എന്താ ചെയ്തതെന്ന് അറിയാം? അദ്ദേഹത്തിനെയാണ് വിഴുങ്ങുക. ഇനി എന്താ ചെയ്യാൻ നോക്കാലോചിച്ചിട്ടാണ് വിഴുങ്ങി. എന്റെ മക്കളെ, വിഴുങ്ങല് കഴിയുകയും ചെയ്തു കേട്ടോ. ഇതിന്റെ വായന്ന് മൂക്കുന്നും കണ്ണുന്നൊക്കെ തീയാ തുപ്പണത്. അപ്പൊ വിഴുങ്ങിയാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു തീപ്പന്തം വിഴുങ്ങിയ പോലെ ഈ നമ്മളെ ഉണ്ണി ഗണപതിയുടെ വയറ്റിൽ കടന്നത് തിളക്കലടങ്ങി. എന്ത് ചെയ്തിട്ടും ഗണപതി ഭഗവാന് നമുക്ക് ചൂട് അങ്ങോട്ട് കുറയുന്നില്ല. ഉഷ്ണം കൊണ്ട് അദ്ദേഹം വീർപ്പ് മുട്ടാണ്. അപ്പൊ അങ്ങനെ പലരും പലതും ചെയ്തു നോക്കിട്ടോ. അപ്പൊ ഗണപതി ഭഗവാന്റെ ചൂട് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല കേട്ടോ. അവസാനം നമ്മളെ ചന്ദ്രദേവൻ വന്നിട്ട് നെറ്റിയിൽ വന്നിരുന്നു. എങ്കിൽ അവിടുത്തെ ഉഷ്ണം ഒന്ന് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളെ മഹാവിഷ്ണു എന്ത് ചെയ്തു? താമരപ്പൂവ് കൊടുന്നിട്ട് ഭഗവാന്റെ ദേഹത്ത് വെച്ചു നോക്കി. ഒരിക്കലും അദ്ദേഹത്തിന് ചൂട് കുറയുന്നില്ല. അദ്ദേഹം വീർപ്പ് പൊട്ടുകയാണ്. ചൂടുണ്ട്, നമുക്കറിയാലോ അല്ലെ, ചൂട് ആർക്കും സഹിക്കാൻ അത്ര പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോ കാട്ടിൽ കുറെ ഋഷീശ്വരന്മാരുണ്ട് പറഞ്ഞില്ലേ, അതുവഴി വന്നപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല മക്കളെ. അവര് അന്ന് ദർഭപുല്ല്, കറുകപ്പുല്ല് ഇതൊക്കെയാണ് അവരുടെ കൈകളിൽ ഉണ്ടാവുക. അപ്പൊ അവരുടെ കയ്യിൽ കുറെ കറുകപ്പുല്ലുണ്ട്, എല്ലാവരുടെ കയ്യിലും കറുകപ്പുല്ലുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, ഉഷ്ണം ശമിപ്പിക്കാൻ ഞങ്ങളൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഉഷ്ണം ശമിക്കുവോ? ആകെ സഞ്ചാരം അടിക്കുക ഭഗവാൻ. അതിലെന്ത് ചെയ്തു? കറുക അദ്ദേഹം എന്ത് ചെയ്തു? ഋഷിവര്യന്മാരെ ശിരസിൽ വെച്ചു. ഗണപതി ഭഗവാന്റെ ശിരസിൽ കറുകപ്പുല്ല് വെച്ചു. അതോടുകൂടി എൻ്റെ മക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, അതോടുകൂടി നമ്മളെ ഗണപതി ഭഗവാന്റെ ചൂട് അതോടുകൂടി ശമിച്ചു. ആകെ കൂളായി ഭഗവാൻ, സന്തോഷവാനായി, ചിരിച്ചു പുഞ്ചിരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം മക്കളെ, പണോ ഒന്നുമല്ല നമ്മളെ ഗണപതി ഭഗവാന് വേണ്ടത്,
കറുക കൊണ്ട് എന്തെങ്കിലും നമ്മൾ മാല കെട്ടിയിട്ടേ ഒരു മാല ചാർത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ പോലും ഭഗവാൻ ഒരുപാട് സന്തോഷാവും. അപ്പൊ നമ്മൾ കറുക മൂടിയാലോ? അപ്പൊ എന്താ വെച്ചാൽ അടി മുതൽ മുടി വരെ കറുകമാല കൊണ്ട് മൂടുകയാണ് അദ്ദേഹത്തിന്. അതാണ് അമ്മ പറയണ ഈ വഴിപാട്. അപ്പൊ ഈ വഴിപാടിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അമ്മ ഇത് പറഞ്ഞു തരുന്നത്. അന്ന് നമ്മളെ ഗണപതി ഭഗവാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. എനിക്ക് സ്വർണമോ പണമോ ഒന്നും ആവശ്യമില്ല, ഒരു പിടി കറുകപ്പുല്ല് മാത്രമേ എനിക്ക് വേണ്ടൂന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ രക്ഷിച്ചതാണ്. അദ്ദേഹത്തിന് അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രയത്നിക്കണം കേട്ടോ. ഭഗവാന് വെറുതെ ഒരു കറുകമാല ചാർത്തിയാലോ ഇനി ഞാൻ പരീക്ഷയിൽ പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ജോലി കിട്ടും, അങ്ങനെ മുഴുവൻ പാടില്ല. നമ്മൾ പ്രയത്നിക്കും വേണം, ഭഗവാൻ ഈ വഴിപാട് കഴിക്കും വേണം. അപ്പോൾ ഭഗവാനെ മനസ്സിരുത്തി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കറുകയുടെ ഒരു മാല കെട്ടി ചാർത്തിയാലും മതി മക്കളെ. കറുകമൂടലേറുള്ള വഴിപാട് എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. വലിയ വലിയ അമ്പലങ്ങളിലാണത്. ചെറിയ അമ്പലങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നമുക്ക് കഴിപ്പിച്ചു തരും. കാരണം വിഘ്നേശ്വരന് പ്രധാനപ്പെട്ടതാണ് കറുക എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി അങ്ങനെ അമ്പലങ്ങളിൽ പോയി ചെയ്യാൻ സാധിക്കാത്തവർ നമ്മളെ വീട്ടിലൊരു വിഘ്നേശ്വരന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ കറുകമാല നമ്മളെ ഒരു പിടി കറുകപ്പുല്ലുകൊണ്ട് മാല കെട്ടി ചാർത്തി പ്രാർത്ഥിച്ചാലും ഭഗവാൻ പ്രത്യക്ഷനാണ്, അനുഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് ആഗ്രഹവും അദ്ദേഹം സാധിച്ചു തരും. അപ്പോൾ അതിനുള്ള കുറച്ച് അമ്പലങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റിച്ച നിങ്ങളൊക്കെ ചെയ്യേ, ജോലി ആവശ്യമുള്ളവരൊക്കെ ചെയ്യട്ടോ. അപ്പൊ അതേതാ അമ്പലം എന്ന് പറഞ്ഞുതരാം. അത് മക്കളെ ഏതാണെന്നറിയോ? പഴമങ്ങാടി ക്ഷേത്രം, പിന്നെ കൊട്ടാരക്കര, മുളയൂർ, ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളെ കുറച്ച് പ്രശസ്തി ആർജിച്ച വലിയ വലിയ ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളാണ്. അവിടെയൊക്കെ ഇതെന്തായാലും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോ നിങ്ങളിത് എല്ലാവരും ഈ വഴിപാട് കഴിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പോകാൻ സാധിക്കാത്തൊരു വീട്ടിലെങ്കിലും ഇത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് ജോലി ആവശ്യമുള്ളവരെ എന്ത് വേണം കമന്റ് ബോക്സിൽ വന്നിട്ട് ഓം ഗം ഗണപതേ നമ എന്ന് എനിക്ക് ഒരു സമാധാനത്തിന്, നിങ്ങൾക്കൊരു സമാധാനത്തിന്, ഒരു ഭക്തിയായിട്ട്, ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങളത് എഴുതി വിടണം കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായി, ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമായാലും അമ്മയ്ക്കും സമാധാനിക്കാലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളെ വിഘ്നേശ്വരൻ ആരും കൈവെടിഞ്ഞിട്ടില്ല. അപ്പൊ ആരും സങ്കടപ്പെടേണ്ട, പഠിക്കേണ്ട കുട്ടികൾ ആരും സങ്കടപ്പെടേണ്ട, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാത്തവർ സങ്കടപ്പെടേണ്ട. ഈ ഒരു വഴിപാട് ഭഗവാന് ചെയ്താൽ മതി. അപ്പൊ ഇതൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണം. ഉപകാരപ്പെട്ടും തോന്നുവച്ചാൽ മാത്രം. പിന്നെന്താ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമ്മ ഇടണം ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.